നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്ന സമയത്താണ് കോൺഗ്രസിന് വലിയ രീതിയിലുള്ള തിരിച്ചടികൾ വന്നുകൊണ്ടിരിക്കുന്നത്. പ്രധാനമായും കോൺഗ്രസിനകത്തെ പ്രധാനപ്പെട്ട നേതാക്കൾ, അത് സംസ്ഥാന നേതാക്കളാകട്ടെ, ജില്ലാ നേതാക്കളാകട്ടെ, പ്രാദേശിക നേതാക്കളാകട്ടെ ഒക്കെ തന്നെ മറ്റ് പാർട്ടികളിലേക്ക് പോകുന്ന ഒരു സംഭവ വികാസങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നങ്ങോട്ട് അനിൽ ആന്റണി ആയാലും പത്മജ വേണുഗോപാലായാലും ഒക്കെ അത് തുടർന്നു കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ മറ്റ് പാർട്ടികളിലേക്ക് പോകുന്നു. പ്രധാനമായും BJP-യിലേക്കായിരുന്നു. പക്ഷേ ഇതാ ഇപ്പോൾ ഏറ്റവും പുതിയ വാർത്തകൾ വരുന്നത് പ്രകാരം CPIM-ലേക്ക് കൂടുതൽ കോൺഗ്രസ് പ്രവർത്തകർ പോകുന്നു. ഈ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ് ഈ സംഭവം നടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തിരുവനന്തപുരത്തും കൊല്ലത്തും തൃശ്ശൂരും കോഴിക്കോടും ഒക്കെ ഇത്തരത്തിൽ കോൺഗ്രസിൽ നിന്ന് കൂടുവിട്ട് കൂടുമാറി കോൺഗ്രസ് പ്രവർത്തകർ തന്നെ രംഗത്തെത്തുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത് ഇടതിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ CPIM-നെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ശക്തി പകരുന്നതാണ്. കൂടുതൽ ആളുകളിലേക്ക് ഇറങ്ങിച്ചെല്ലാനാകുന്നതും കോൺഗ്രസിന്റെ, അതായത് ഇന്ത്യ മുന്നണിയുടെ ചുമതലക്കാർ അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി തന്നെ മുന്നോട്ട് വെക്കുന്ന, അതിന് നേതൃത്വം നൽകുന്ന കോൺഗ്രസ് പോലെയുള്ള ഒരു ദേശീയ രാഷ്ട്രീയ പാർട്ടി, അത്രത്തോളം പാരമ്പര്യമുള്ള ഒരു പാർട്ടി, ആ പാർട്ടിയിലെ പ്രവർത്തകർ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ആസന്നമായി കൊണ്ടിരിക്കുന്ന സമയത്ത് സംസ്ഥാന സർക്കാരിനെതിരെ പോലും രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിക്കുന്ന കോൺഗ്രസ് പാർട്ടിക്ക് അവരുടെ പാർട്ടിയിലുള്ള പ്രവർത്തകരെ പോലും കൂടെ നിർത്താൻ ആകുന്നില്ല. അത്രത്തോളം പേർ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് പോലും 100-ലധികം പേരാണ് CPIM-ലേക്ക് കോൺഗ്രസിൽ നിന്നും തിരിച്ചെത്തിയത്. അത് കോഴിക്കോടും കണ്ണൂരും ഒക്കെ തന്നെ ഈ സംഭവ വികാസങ്ങൾ നടക്കുന്നു. കൊല്ലത്ത് നടക്കുന്നു, തൃശ്ശൂരിൽ നടക്കുന്നു. അത്തരത്തിൽ ഓരോ ദിവസവും CPIM-ലേക്കുള്ള ഒഴുക്ക് വർദ്ധിക്കുന്നത് കോൺഗ്രസിന് നെഞ്ചിടിപ്പ് കൂട്ടിയിരിക്കുന്നു. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുമ്പോൾ ഇത്തരത്തിൽ പാർട്ടി വിട്ട് കൂടുമാറുന്നത് എന്തുകൊണ്ടാണെന്നുള്ള ചോദ്യമാണ് ഉയരുമ്പോൾ അവിടെ മറുപടികൾ പലതാണ്. ഒന്ന്, കോൺഗ്രസിന്റെ നേതൃത്വമില്ലായ്മ, മുതിർന്ന നേതാക്കളെ അവഗണിക്കൽ, VD സതീശന്റെയും K സുധാകരന്റെയും ചിറ്റമ്മ നയവും മാടമ്പിത്തരവുമാണ് കോൺഗ്രസിന്റെ ഈ ദുർഗതിക്ക് കാരണമെന്ന് പറയുന്ന രാഷ്ട്രീയ നിരീക്ഷകരുണ്ട്. എന്തുകൊണ്ടാണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നത്? ഹൈക്കമാൻഡിലേക്ക് മുതിർന്ന നേതാക്കളുമായി ചർച്ചകൾ നടത്താതെ സ്ഥാനാർത്ഥി നിർണയം അടക്കമുള്ള കാര്യങ്ങൾ നടത്തുന്നു. അതോടൊപ്പം തന്നെ തൃശ്ശൂരിൽ നടത്തിയ പൊറാട്ട് നാടകത്തിലും പല പ്രവർത്തകരും അസംതൃപ്തിയിലാണ്. പ്രത്യേകിച്ച് അവിടെ സുരേഷ് ഗോപിയും VS സുനിൽകുമാറും ഒക്കെ നിൽക്കുമ്പോൾ TN പ്രതാപനെ പോലെയുള്ള ശക്തനായ അവിടുത്തെ തീരദേശ മേഖലയിൽ അവരിൽ ഒരാളെ പോലെ പ്രവർത്തിക്കുന്ന ഏറെ സ്വീകാര്യനായ TN പ്രതാപനെ പോലെയുള്ള ഒരാളെ പെട്ടെന്ന് മാറ്റി നിർത്തി അവിടെ K മുരളീധരനെ പ്രതിഷ്ഠിച്ച് അവിടെ ഒരു തോൽവിയിലേക്ക് പോകുന്ന രീതിയിലേക്ക് ആകുമോ, അല്ലെങ്കിൽ കോൺഗ്രസ് പ്രവർത്തകർക്ക് പോലും ഇവിടെ വിജയിക്കുമോ പരാജയപ്പെടുമോ എന്നൊരു സംശയം വരത്തക്ക രീതിയിലേക്കുള്ള നടപടികൾ എടുത്ത പ്രവർത്തനങ്ങൾ, അക്കാര്യങ്ങളിലൊക്കെ തന്നെ മുതിർന്ന നേതാക്കൾക്കടക്കം വിഷമങ്ങളുണ്ട്, അവരാകുലതകളുണ്ട്, അല്ലെങ്കിൽ പ്രതിഷേധമുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. മുതിർന്ന നേതാക്കൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോഴും മൗനം തുടർന്നു കൊണ്ടിരിക്കുകയാണ്. പല നേതാക്കന്മാരെയും ഇപ്പോൾ എവിടെയും കാണാനില്ല. മുല്ലപ്പള്ളിയെ വല്ലപ്പോഴും കണ്ണൂരിൽ കാണാറുണ്ട്, ഷാഫി പറമ്പിലിന്റെ പ്രചരണ പരിപാടിയിൽ കാണുന്നുണ്ട്. പക്ഷേ മുൻ KPCC പ്രസിഡന്റും ഒക്കെ ആയ VM സുധീരനെ അടക്കമുള്ളവരെ കാണുന്നില്ല, തിരുവഞ്ചൂരിനെ കാണാനില്ല. അങ്ങനെ പലരും പല നേതാക്കളെയും ചോദിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് താഴെത്തട്ടിൽ അങ്ങോട്ട് നേതാക്കന്മാർ മാത്രമുള്ള പാർട്ടിയായി, അല്ലെങ്കിലും നേതാക്കന്മാർ മാത്രമുള്ള ഒരു പാർട്ടിയാണ് കോൺഗ്രസ് എന്ന ഒരു ആക്ഷേപം നേരത്തെ തന്നെ ഉള്ളതാണ്. ആ ചീത്തപ്പേരിന് കൂടുതൽ പേര് വർദ്ധിപ്പിക്കുന്നു. ഇനിയിപ്പോൾ അങ്ങോട്ട് VD സതീശനും K സുധാകരനും മാത്രമേ ഇപ്പോൾ കോൺഗ്രസിൽ ഉണ്ടാവുകയുള്ളൂ. കാരണം അത്രത്തോളം താഴെ തട്ടിലുള്ള പ്രവർത്തകർ മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലേക്ക് പോകുന്നത്, അത് CPIM-ലേക്കാകുന്നത് CPIM-നെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ഊർജം പകരുന്നു. നമുക്ക് തിരുവനന്തപുരത്തേക്ക് പോകേണ്ടത്. തിരുവനന്തപുരത്ത് മുതിർന്ന കോൺഗ്രസ് നേതാവും ജില്ലാ പഞ്ചായത്ത് അംഗവുമായ വെള്ളനാട് ശശിയും പ്രവർത്തകരും പാർട്ടി വിട്ടതിന് പിന്നാലെ വർക്കലയിലും നിരവധി പേർ കോൺഗ്രസ് വിട്ടു. വർക്കല നഗരസഭയിലെയും ഇലകമൺ വെട്ടൂർ പഞ്ചായത്തിലെയും പ്രവർത്തകരാണ് ശനിയാഴ്ച CPIM-നൊപ്പം ചേർന്നത്. അടൂർ പ്രകാശ് MP-യുടെ അവഗണനയും BJP ബന്ധവുമാണ് പാർട്ടി വിടുന്ന മുതിർന്ന നേതാക്കൾ അടക്കം ചൂണ്ടിക്കാട്ടുന്നത്. കോൺഗ്രസിൽ പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പരിചയവും KPCC എക്സിക്യൂട്ടീവിൽ അംഗമാവുകയും ചെയ്ത വെള്ളനാട് ശശിയാണ് ജില്ലാ പഞ്ചായത്ത് അംഗത്വം രാജിവെച്ച് CPIM-നൊപ്പം എത്തിയത്. 46 വർഷം ജനപ്രതിനിധിയായിരുന്ന വെള്ളനാട് ശശി ഒരു തെരഞ്ഞെടുപ്പിൽ പോലും പരാജയപ്പെടാത്ത കോൺഗ്രസ് നേതാവ് കൂടിയാണ്. ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന പ്രദേശത്തെ ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്നിട്ടും 5 വർഷത്തിനിടെ MP-യെ കാണാനായിട്ടില്ല എന്ന ഗുരുതര ആരോപണമാണ് അദ്ദേഹം ഉയർത്തുന്നത്.
DCC പ്രസിഡന്റ് പാലോട് രവിക്കെതിരെയും അഴിമതി അടക്കമുള്ള ആരോപണങ്ങളും അദ്ദേഹം ഉയർത്തുന്നു. സ്വന്തം പഞ്ചായത്തിലെ കോൺഗ്രസ് ഭരണം പോലും സംരക്ഷിക്കാൻ പാലോട് രവിക്ക് കഴിഞ്ഞില്ലെന്നും വെള്ളനാട് ശശി പറയുന്നു. പെരിങ്ങമലയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഷിനു മടത്തറയും 2 പഞ്ചായത്ത് അംഗങ്ങളും ഉൾപ്പെടെ 100-ലേറെ പേരാണ് രാജിവെച്ചത്. ഇതോടെയാണ് പഞ്ചായത്ത് ഭരണം കോൺഗ്രസിന് നഷ്ടമായത്. പിന്നാലെ കോൺഗ്രസ് പാലോട് മണ്ഡലം ജനറൽ സെക്രട്ടറിയും കാട്ടാക്കടയിൽ ബ്ലോക്ക് എക്സിക്യൂട്ടീവ് അംഗവും രാജിവെച്ചു. വർക്കല ഇടവയിൽ നേരത്തെ ഉണ്ടായ കൂട്ടരാജിക്ക് പിന്നാലെയാണ് ഇത്. ശനിയാഴ്ചത്തെ രാജിയും ഇങ്ങനെ നടക്കുന്നത്. കോൺഗ്രസിന്റെ നിരന്തര അവഗണനയിലും ദളിത് വിഭാഗത്തോടുള്ള സമീപനത്തിലും മനം മടുത്താണ് വർക്കല മണ്ഡലത്തിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് കോൺഗ്രസ് ബന്ധം ഉപേക്ഷിച്ച് 100ഓളം പ്രവർത്തകർ ഇടതിനൊപ്പം വന്നത്. ഇലകമൺ, വെട്ടൂർ പഞ്ചായത്തുകളിലെയും വർക്കല നഗരസഭകളിലെയും പ്രവർത്തകരാണ് CPM-ലേക്ക് എത്തിയിരിക്കുന്നത്. ഇലകമൺ പഞ്ചായത്തിലെ കിഴക്കേപ്പുറം EP കോളനി, തോണിപ്പാറ, കാട്ടുമാടം, ചാരുംകുഴി, പുതുവൽപ്പാണിൽ, വർക്കല നഗരസഭയിലെ മൈതാനം, രാമന്തളി എന്നിവിടങ്ങളിലെ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് CPIM-വുമായി സഹകരിക്കുക. ഇലകമൺ പുതുവൽപ്പാണി കോളനിയിലെ യൂത്ത് കോൺഗ്രസ് മുൻ ബൂത്ത് പ്രസിഡന്റ് സുനിൽ, പ്രവർത്തകരായ ഉണ്ണി, വിശാഖ്, പ്രവീൺ, വിഷ്ണു, അനന്തു, തോണിപ്പാറ കാട്ടുമുറാക്കൽ കോളനിയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ മനു, ബാബു, വൈശാഖ്, ബിനു, വെട്ടൂർ പഞ്ചായത്തിൽ യൂത്ത് കോൺഗ്രസ് മണ്ഡലം ഭാരവാഹികളായ അനീം, തൻസിൽ, ഇലകമൺ EP കോളനി നിവാസികളായ മിനി, പ്രേമ, സുബിത്, ജെഫിൻ, അശ്വതി, ആര്യനന്ദ, അമ്മിണി, സൂര്യ, സരോജിനി, വർക്കല നഗരസഭയിലെ മാർട്ടിൻ, അൽസാജ്, ഉമേഷ്, നിഷാദ് തുടങ്ങിയവരും ബന്ധുക്കളുമാണ് CPIM-നൊപ്പം ചേർന്നിരിക്കുന്നത്. ഇവരെ വർക്കല EMS ഭവനിൽ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി V ജോയ് ഷാൾ അണിയിച്ച് പതാക കൈമാറി സ്വീകരിച്ചു. അതിനിടെ വർക്കല മണ്ഡലം മുൻ MLA വർക്കല കഹാറിന്റെ ഭാര്യ സഹോദരൻ ഇടവ തെക്കേവിളിയിൽ റഷീദ് LDF ആറ്റിങ്ങൽ മണ്ഡലം സ്ഥാനാർത്ഥി V ജോയ്ക്ക് പിന്തുണയുമായി കല്ലമ്പലത്തെ കേന്ദ്രത്തിലെത്തി. റഷീദിനെ സ്ഥാനാർത്ഥി ഹാരമണിയിച്ചാണ് സ്വീകരിച്ചത്. അങ്ങനെ തിരുവനന്തപുരത്ത് മാത്രമല്ല മറ്റു ജില്ലകളിലും ഇത്തരത്തിൽ പ്രാദേശിക നേതാക്കളും പ്രവർത്തകരും CPM-ലേക്ക് കൂടുതൽ എത്തിച്ചേരുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുകയാണ്. ഏതാണ്ട് ആഴ്ചകൾ മാത്രം ബാക്കി നിൽക്കെ തെരഞ്ഞെടുപ്പിന്റെ ചൂട് അതിന്റെ മൂർധന്യാവസ്ഥയിലേക്ക് എത്താൻ കാത്തു നിൽക്കുകയാണ് ഈ സംഭവ വികാസങ്ങൾ നടക്കുന്നത്. കൂട്ടരാജി കോൺഗ്രസിൽ ഉണ്ടാകുന്നത്. വെള്ളനാട് ശശിയെ പോലെയുള്ള ഒരു പ്രധാനപ്പെട്ട നേതാവ്, നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു നേതാവാണ്. അദ്ദേഹത്തെ പോലെയുള്ളവർ മറ്റൊരു പാർട്ടിയിലേക്ക് പോകുമ്പോൾ, പ്രത്യേകിച്ച് CPM പോലെയുള്ള ഒരു പാർട്ടിയിലേക്ക് പോകുമ്പോൾ അദ്ദേഹത്തോടൊപ്പം 100 കണക്കിന് പ്രവർത്തകർ ഒഴുകിയെത്തുന്ന സ്ഥിതിയാണ്. അങ്ങനെ നേരത്തെ പല നേതാക്കളും മറ്റു പാർട്ടികളിലേക്ക് പോകുമ്പോൾ, പ്രധാനമായും BJP-യിലൊക്കെ പോകുമ്പോൾ കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞത് ഞങ്ങൾക്കതൊരു പ്രശ്നമല്ല. അവസാനം പത്മജ വേണുഗോപാൽ BJP-യിലേക്ക് പോയ സമയത്തും പറഞ്ഞതാണ്, പത്മജ വേണുഗോപാൽ പോകുന്ന കൂടെ ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞു. പക്ഷേ K കരുണാകരന്റെ അടുത്ത ആളുകൾ വരെ, അല്ലെങ്കിൽ പത്മജ പോയതിന് തൊട്ടു പിന്നാലെ തിരുവനന്തപുരത്തെ തന്നെ നിരവധി പേർ BJP-യിലേക്ക് ചേർന്നിട്ടുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ വെള്ളനാട് ശശിയെ പോലെയുള്ള നേതാക്കൾ ചെല്ലുമ്പോൾ യുവജന വിഭാഗങ്ങളിൽ നിന്ന് പോലും, പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസിൽ നടക്കം പല നേതാക്കളും പ്രവർത്തകരും വെള്ളനാട് ശശിക്കൊപ്പം അണിനിരക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട, അതായത് ആ നാടിനെ അറിയുന്ന, നാട്ടുകാരെ അറിയുന്ന, ജനങ്ങളെ അറിയുന്ന ആ നാടിന്റെ നേതാക്കൾ, അത് പല രാഷ്ട്രീയ പാർട്ടികളിലും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പ്രാദേശിക നേതാക്കൾക്കായിരിക്കും ഏറ്റവും കൂടുതൽ പ്രാധാന്യം അവരവരുടെ നാടുകളിൽ ഉണ്ടാവുക. അത്തരത്തിൽ പ്രാധാന്യമുള്ള നേതാക്കൾ, അവരെ സംബന്ധിച്ചിടത്തോളം ഈ പ്രവർത്തകർക്കൊപ്പം എപ്പോഴും കൂടെ നിൽക്കുന്നവരാണ്. സ്വാഭാവികമായും അവർ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് പോകുന്നു എന്നറിയുമ്പോൾ തന്നെ അവരോടൊപ്പം ഇറങ്ങിപ്പോകുന്ന പ്രവർത്തകരുണ്ട്. അത് ഒരു പ്രത്യേക വികാരം തന്നെയായിരിക്കും. അതുകൊണ്ട് ഇത്തരത്തിൽ പല ജില്ലകളിലും നടന്നുകൊണ്ടിരിക്കുന്ന ഈ കൂടുവിട്ട് കൂടുമാറ്റം തുടർന്നുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസിന് ക്ഷീണം ചെയ്യുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. നമുക്കറിയാം അനിൽ ആന്റണി രാഷ്ട്രീയ പ്രവേശനം, BJP-യിലേക്കുള്ള രാഷ്ട്രീയ പ്രവേശനം, അനിൽ ആന്റണി വെറും ഒരു വ്യക്തി മാത്രമായിരുന്നില്ല എന്നുള്ള കാര്യത്തിൽ ആർക്കും തന്നെ തർക്കമില്ല. അനിൽ K ആന്റണിയാണ് അനിൽ ആന്റണി എന്നുള്ള കാര്യമാണ്. AK ആന്റണിയുടെ മകനാണ് അനിൽ K ആന്റണി. അദ്ദേഹം കോൺഗ്രസിന്റെ ദേശീയ തലത്തിൽ സൈബർ വിഭാഗത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അങ്ങനെ മറ്റ് പ്രവർത്തകരെ പോലെ പോലീസിന്റെ ലാത്തിയടി കൊള്ളാനൊന്നും അനിൽ K ആന്റണിയെ കണ്ടിട്ടില്ലെങ്കിൽ പോലും അദ്ദേഹം കോൺഗ്രസിന് വേണ്ടി നിരവധി കാര്യങ്ങളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അദ്ദേഹം അത് BJP പ്രവേശനത്തിന് തൊട്ട് മുന്നോടിയായി തന്നെ അദ്ദേഹം പ്രവർത്തിച്ച പല മണ്ഡലങ്ങളെക്കുറിച്ചും തിരഞ്ഞെടുപ്പ് സമയത്ത് അദ്ദേഹം നൽകിയ സംഭാവനകളെക്കുറിച്ചുമൊക്കെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. പല വേളകളിൽ BJP-യോട് അഭികാമ്യം പ്രകടിപ്പിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് BBC ഡോക്യുമെന്ററി വിഷയത്തിൽ അടക്കമാണ് അദ്ദേഹം തന്റെ BJP-യോടുള്ള ചായ്വ് വ്യക്തമാക്കിക്കൊണ്ട് അദ്ദേഹം രംഗത്ത് എത്തിയത്. BBC ഡോക്യുമെന്ററി രാജ്യത്തിനെതിരാണ്, രാജ്യ താല്പര്യങ്ങൾക്കെതിരാണ് എന്ന രീതിയിൽ അദ്ദേഹം പ്രതികരിക്കുന്നു. തൊട്ടു പിന്നാലെയാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവേശനം ഉണ്ടാകുന്നത്. അങ്ങനെ കോൺഗ്രസിൽ നിന്ന്
BJP-യിലേക്ക് പോകുന്നു. അതിന് തൊട്ടു പിന്നാലെ മറ്റ് ചില നേതാക്കൾ കൂടി കോൺഗ്രസിൽ നിന്ന് BJP പാളയത്തിലേക്ക് എത്തുന്നു. കോൺഗ്രസ്കാരനല്ലെങ്കിലും നേരത്തെ UDF-കാരനായി മറുകണ്ഠം ചാടിക്കളിക്കുന്ന PC ജോർജ് പിന്നീട് BJP-യിലേക്ക് എത്തുന്നു. അതോടൊപ്പം തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട 100ഓളം ആളുകൾ കോൺഗ്രസുകാർ BJP-യിൽ ചേരുമെന്ന് K. സുരേന്ദ്രൻ BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ തലേ ദിവസം രാത്രി പ്രഖ്യാപിക്കുന്നു. പിറ്റേ ദിവസം വലിയൊരു സ്റ്റേജ് കെട്ടി മൈക്ക് കെട്ടി ആളുകളെ BJP-യിലേക്ക് കൊണ്ടുവരാനും അവരെ സ്വീകരിക്കാനും BJP-ക്ക് ആർജവമുണ്ടാകുന്നു. ഇതും കോൺഗ്രസിന്റെ പ്രതിച്ഛായയെ വളരെയധികം ബാധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പത്മജ വേണുഗോപാൽ, സാക്ഷാൽ ലീഡർ K. കരുണാകരന്റെ മകളായ പത്മജ വേണുഗോപാൽ BJP-യിലേക്ക് എത്തുന്നത്. അതും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സർജിക്കൽ സ്ട്രൈക്ക് ആയിരുന്നു BJP-യുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. അതുകൊണ്ടാണ് രായ്ക്ക് രാമായണം എന്ന് പറയുന്ന പോലെ രാത്രിക്ക് രാത്രി ഉടുതുണിയും എടുത്തുകൊണ്ട് K. മുരളീധരൻ തൃശ്ശൂരിലേക്ക് വണ്ടി കയറേണ്ടി വന്നത്. അപ്പൊ കെട്ടും കെട്ടി തൃശ്ശൂരിലേക്ക് K. മുരളീധരൻ എത്താനുള്ള കാരണം തന്നെ BJP-ക്ക് ഒരു മറുപടി കൊടുക്കുക. പത്മജയെ BJP-യിലേക്ക് കൊണ്ടുപോയതിന് BJP-ക്ക് ഒരു മറുപടി കൊടുക്കണം. അതിൽ തിരുവനന്തപുരത്തെ മത്സരിപ്പിക്കാൻ അദ്ദേഹത്തിന് കൂടെ സാധിക്കില്ല. അതുകൊണ്ട് തൃശ്ശൂരിൽ സുരേഷ് ഗോപിക്കെതിരെ മത്സരിപ്പിക്കാം. TN പ്രതാപനെ പറഞ്ഞ് മനസ്സിലാക്കാം. TN പ്രതാപനെ മാറ്റി നിർത്തി അടുത്ത തവണ നിയമസഭയിലേക്ക് മത്സരിപ്പിച്ച് അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം കൊടുക്കാമെന്ന് പ്രഖ്യാപിക്കാം. അല്ലെങ്കിൽ അങ്ങനെ ഒരു ആശ കൊടുത്തുകൊണ്ട് തൃശ്ശൂരിൽ മത്സരിപ്പിക്കാനും ഒരുക്കുന്നു. അങ്ങനെ കോൺഗ്രസ് ഓരോ സ്ഥലത്തും പല സ്ഥലങ്ങളിലും വാടിക്കൊണ്ടിരിക്കുകയാണ്. ആ വാട്ടത്തിന് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് കോൺഗ്രസ് പല രീതിയിൽ പ്രവർത്തിക്കാൻ ശ്രമിച്ചു. പക്ഷേ അതൊന്നും തന്നെ ഫലവത്തായില്ല. ആ വാട്ടം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് ഒരുപടി മുന്നിൽ ആ വാട്ടത്തോടൊപ്പം കൂടെ നിൽക്കുകയാണ് തിരുവനന്തപുരത്തെ കോൺഗ്രസ് പ്രവർത്തകർ എന്ന് വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ടാണ് 100ഓളം പേർ BJP എന്ന രാഷ്ട്രീയ പാർട്ടിയിലേക്ക് പോയില്ലെങ്കിലും CPIM-ലേക്ക്, സംസ്ഥാനം ഭരിക്കുന്ന CPM-ലേക്ക് കൂടുമാറിയതെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല.